ചെങ്ങന്നൂരിൽ റോഡരികിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കട നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റി. വാർഡ് കൗൺസിലറുടെ പരാതിയെ തുടർന്നാണ് നടപടി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിയ തോതിൽ കൂട്ടിയിട്ട് കത്തിക്കുന്നതായി അയൽവാസികൾ കഴിഞ്ഞ മാസം പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളിൽ പരിശോധന നടത്തിയപ്പോൾ പുകയില ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ഇവിടെ ശേഖരിച്ചു വച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ച് നടപടി സ്വീകരിച്ചതാണ്. ഇവർ വീണ്ടും മറ്റു ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പുകയില ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വീണ്ടും റെയിൽവേയുടെ സമീപം വിൽപ്പന നടത്തുകയായിരുന്നുവെന്ന് സിനി ബിജു പറഞ്ഞു. കഴിഞ്ഞ മാസം നമ്മുടെ വാർഡിൽ മാലിന്യ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് തൊട്ട അയൽവക്കത്തെ അയൽവാസികൾ വിളിച്ച് പ്ലാസ്റ്റിക് ഇട്ട് കത്തിച്ച് പുക വന്ന അടിസ്ഥാനത്തിൽ വിളിച്ച് പരാതി പറയുകയും അവിടെ ചെന്ന് ഞാൻ പരിശോധിച്ചപ്പോഴേക്കും അവിടെ പ്ലാസ്റ്റിക്കുകൾ ധാരാളമായി കത്തിക്കുന്നു. അതിനോടൊപ്പം പരിസരം മൊത്തം മലിനമായി കിടക്കുന്നു. അന്വേഷിച്ചപ്പോൾ അവിടെ താമസിക്കുന്നത് നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവർ എന്താണ് അവിടെ കച്ചവടം, എന്താണ് അവിടെ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്. പുകയില ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പാക്കറ്റുകൾ വന്നിട്ട് അവയുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അവ പ്ലാസ്റ്റിക് ധാരാളമായി കൂട്ടിയിട്ട് കത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് പകലെല്ലാം അവർ കത്തിച്ച് നമ്മുടെ കൊച്ചു കുട്ടികളടക്കം അമ്മമാരടക്കം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. പരാതിയെ തുടർന്നാണ് പോയത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇവർ പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടമാനം അവിടെ കൊണ്ടുപോയി ബണ്ടിൽ കണക്കിന് സൂക്ഷിച്ചിട്ട് ഇത് പല പ്രദേശങ്ങളിൽ വിൽപ്പന നടത്തുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഉടനെ തന്നെ നമ്മൾ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലും എക്സൈസിലും വിവരം അറിയിച്ചു. അവർ സി അടക്കം വന്ന് അത് ഫൈൻ അടിച്ച് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി നിഷ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി മനോജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പരിശോധനയെ തുടർന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന 3 കടകൾ നഗരസഭ പൊളിച്ചുമാറ്റി. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.